നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ പത്രാധിപരായിക്കൊണ്ട് ഒരു മാസിക നടത്തുന്നുണ്ട്. മാസിക എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, ഓൺലൈൻ മാസികയാണ് കേട്ടോ. ഇത് PDF ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഈ മാസികയിൽ സമകാലികമായിട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങൾ, സിനിമ, സാംസ്കാരിക മേഖല, അതുപോലെ തന്നെ ഒരുപാട് പണ്ട് കാലത്ത് നമുക്കറിയാം മലയാള മനോരമ, മംഗളം എന്നൊക്കെ പറയുന്ന വീക്കിലികളുണ്ടായിരുന്നു. അതിലൊക്കെ പ്രസിദ്ധീകരിക്കുന്ന തുടർച്ചയായിട്ടുള്ള നോവലുകൾ, ഇങ്ങനത്തെ സംഭവങ്ങളാണ് ആ കണ്ണാടി എന്ന് ഓൺലൈനിൽ വരുന്നത്. അപ്പോൾ ഈ മാസിക, അതിൻ്റെ പത്രാധിപർ ഞാനാണ്. വേറെ സഹപത്രാധിപരായിട്ട് വേറെയും 2-3-4 ആൾക്കാരുണ്ട്. അവരെല്ലാം കൂടിയിട്ടാണ് ഇത് നടത്തുന്നത്. 7 നോവലുകളും അതുപോലെ തന്നെ ഒരുപാട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് മുസ്ലിങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യം മാത്രമല്ല, എല്ലാ മഹദ്വചനങ്ങൾ എന്നാണ് പറയാം. അത് ഹിന്ദുസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രസിദ്ധീകരണമാണ് ഈ കണ്ണാടി ഓൺലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാഗസിനിലേക്ക് പലരും പുതുതായിട്ട് എഴുതാനുള്ളവർക്കെല്ലാം സൗകര്യമുണ്ട്. കഥകളായിട്ടും കവിതകളായിട്ടും ചെറുകഥകളായിട്ടും ഒക്കെ എഴുതാനുള്ളവർക്കെല്ലാം എഴുതാനുള്ള അവസരവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസികയുടെ ഈ വാർഷിക വരിസംഖ്യ എന്ന് പറയുന്നത് 120 ഉറുപ്പ്യാണ്. ഒരു കോപ്പിക്ക് 15 ഉറുപ്പ്യ. അപ്പോൾ ഇതെല്ലാം പൈസ അടക്കുന്ന, വരിസംഖ്യ അടക്കുന്നവർക്കെല്ലാം എല്ലാ മാസവും 5-ാം തീയതിയാണ് അവരെ വാട്സാപ്പിലേക്ക് PDF കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള, 5 വർഷത്തെ വരിസംഖ്യ എടുക്കുന്നവർക്ക് 750 ഉറുപ്പ്യ വിലയുള്ള 2 പെർഫ്യൂംസ് അത് കൊറിയറായിട്ട് അവർ തന്നെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അതിലൊരു വരിസംഖ്യ ചേരാനും അതുപോലെ തന്നെ എന്താ പറയുക, അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിൻ്റെ അവസരങ്ങൾ വായിക്കാൻ, നല്ല വായനയുടെ ലോകത്തേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശം. നമുക്കറിയാം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ട് നേരം വെളുത്ത് രാവിലെ ഇൻസ്റ്റയിലായാലും വാട്സാപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഓരോരുത്തർ തരുന്ന ഓരോ വിവരങ്ങൾ മാത്രമേ നമുക്ക് ആ വിവരത്തിൽ മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോവുകയാണ്. അപ്പം വായന എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. വായിച്ചിട്ട് തന്നെ പഠിക്കണം, വായിച്ച് തന്നെ വളരണം. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. പക്ഷേ വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അങ്ങനെയാണ് പണ്ട് കുഞ്ഞുണ്ണി മാഷൊക്കെ പറഞ്ഞത്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വായനയുടെ ലോകത്തേക്ക് തിരിച്ചു വരാൻ ഈ കണ്ണാടി ഓൺലൈൻ മാസിക വായിക്കണം, പരമാവധി ഷെയർ ചെയ്യണം, വിപുലീകരിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും പരമാവധി ഗ്രൂപ്പുകളിലേക്കും മറ്റുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മാസികയ്ക്ക് പരമാവധി പ്രൊമോഷൻ ഉണ്ടാക്കുക. നിങ്ങൾക്കറിയാവുന്ന കുറിപ്പുകളും കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ മുതലായതെല്ലാം ഞങ്ങൾക്ക് അയച്ചു തന്നിട്ട് സഹകരിക്കണം. നന്ദി, നമസ്കാരം.